ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മുടെ തൊഴിലാളികളല്ലേ, അപ്പോ ഞാൻ സംസാരിക്കാം. എന്നാ പിന്നെ വേറെ മുതലാളി ഇറക്കി വിട്. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഞങ്ങൾ തള്ളി പൊട്ടിക്കും. ഫാക്ടറി ലൈസൻസ് ഒന്നും ഇല്ലാതെ പാവപ്പെട്ട തൊഴിലാളികളെ നിങ്ങൾ ചതിക്കായിരുന്നു. അതിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ. ഇറക്കി പറഞ്ഞ മാറിയിരിക്കാൻ നിർത്ത, അവരോട് ഞങ്ങൾ സംസാരിക്കാം. തൊഴിലാളികളെ ചതിച്ചിട്ട് നീയൊക്കെ ഇനി എന്ത് സംസാരിക്കാൻ? ഇറങ്ങി വാടാ. ജാമ്യം കിട്ടാൻ ഒരു വഴിയുമില്ലാത്ത കേസാണ്. ലൈസൻസ് പുതുക്കാൻ ആ മാനേജറെ ഏൽപ്പിച്ചിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങളെ പോലുള്ള വലിയ വലിയ ആൾക്കാര് ഇങ്ങനെ അശ്രദ്ധ കാണിക്കാവോ? പറ്റിപ്പോയി സർ, ഞാൻ ആ മാനേജരെ വിശ്വസിച്ചു. ഇപ്പൊ അവൻ മുങ്ങി, നിങ്ങൾ അകത്തുമായി. നിയമപരമായി നിങ്ങൾ മാത്രമാണ് ഇതിനെല്ലാം ഉത്തരവാദി. മാനേജരെ നിങ്ങളുടെ വെറും ജോലിക്കാരനാ. ജാമ്യം കിട്ടുന്ന ഒരു പ്രതീക്ഷ പോലും വേണ്ട. എത്ര പേരാണ് ആ തീയിൽ വെന്ത് മരിച്ചെന്ന് അറിയാലോ. നിങ്ങൾക്ക് ഹാർട്ടിനെന്തോ പ്രോബ്ലം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ സർ. തൽക്കാലം ലോക്കപ്പ് ചെയ്യേ സർ. എന്നിട്ട് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിക്കോ. ശരി സർ. ഹലോ, എന്താടോ? എപ്പോ? ശരി, ഞങ്ങൾ ഉടനെ വരാം. നിങ്ങളുടെ വീട്ടിലെ തൊഴിലാളികളൊന്ന് പ്രശ്നം ഉണ്ടാക്കുക. ഞങ്ങളൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. ഇയാളെ ലോക്കപ്പ് ചെയ്തേക്കെ. സർ. ഡിവൈസ് വരുമ്പോ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ശരി സാർ. വാടോ. വാ. അകത്ത് കയറ്. അങ്ങോട്ട് നീക്കുക. നിർത്ത, എന്തേ കാണിക്കുന്നേ? കല്ലറിയല്ലേ? നിർത്തോ. എല്ലാം പൊട്ടിക്കണം. നിങ്ങൾ അകത്തേക്ക് കയറിപ്പോയിക്കോളൂ. ഇത് ഞങ്ങൾ നോക്കിക്കോളാം. സർ, അവരൊന്നും ചെയ്യരുത്. ഞങ്ങൾ സംസാരിച്ച ചിലപ്പോ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ നിർത്ത്, ഞാനൊന്ന് പറയട്ടെ. 4 തൊഴിലാളികളാ മരിച്ചത്. അവരെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? അതിന് സമാധാനം പറ. നിങ്ങളോട് നിർത്താനല്ലേ പറഞ്ഞത്? നിർത്താൻ. നിർത്ത്. ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞങ്ങളെ കൊന്നാലോ ഈ വീട് തല്ലി പൊളിച്ചാലോ നിങ്ങൾക്ക് മരിച്ചുപോയവരെ തിരിച്ചു കിട്ടുമോ? അപകടത്തിൽ മരിച്ച തൊഴിലാളികളുടെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാ. ലൈസൻസ് പുതുക്കാതിരുന്നത് ഞങ്ങളുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല. അതിനായിട്ട് എല്ലാം റെഡിയാക്കി മാനേജറെ ഏൽപ്പിച്ചിരുന്നതാ. അയാളെ ചതിച്ചത്. അതുകൊണ്ടാ മാനേജർ മുങ്ങിയത്. കമ്പനിയിൽ തീപിടുത്തമുണ്ടായി തൊഴിലാളികൾ മരിച്ചതിൽ നിങ്ങളോടൊപ്പം ദുഃഖം ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങളുടെ തൊഴിലാളികളല്ലേ അവര്. നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ? ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തവരാ നിങ്ങള്. നിങ്ങൾ ആരെയും ഞങ്ങൾ ഉപേക്ഷിക്കില്ല. മരിച്ചുപോയവരുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും? ചെയ്യാന്ന് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. പാവങ്ങളാണ് മരിച്ചത്. അവരുടെ കുടുംബങ്ങൾ അനാഥമാണ്.
അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറയണം. മരിച്ച എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് 50 ലക്ഷം രൂപ വീതം കമ്പനി നൽകും. അത് മാത്രമല്ല, ആശുപത്രിയിൽ കിടക്കുന്ന തൊഴിലാളികളുടെ ചികിത്സാ ചെലവ് കമ്പനി ഏറ്റെടുക്കും. അവർക്കെല്ലാവർക്കുമായി അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ വീതം ഉടൻ തന്നെ നൽകും. മരിച്ചവരെ തിരിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് പിടിക്കും. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തിലെ എല്ലാ കുട്ടികളുടെയും പഠന ചെലവും കമ്പനി ഏറ്റെടുത്ത് നടത്തും. ഇതുകൊണ്ടും പറ്റിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാ. തൊഴിലാളികൾക്കുള്ള ധനസഹായം ഇവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയും ബഹളം ഉണ്ടാക്കാതെ നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണം. നിങ്ങൾ പ്രഖ്യാപിച്ച മാത്രം പോരാ, അതെപ്പോ കൊടുക്കുമെന്ന് കൂടി പറയണം. എല്ലാവർക്കും നാളെ വൈകുന്നതിന് മുമ്പ് ധനസഹായം കിട്ടിയിരിക്കും. ഞങ്ങൾ തന്നെ നേരിട്ടത് എല്ലാവരുടെയും വീടുകളിൽ എത്തിച്ചിരിക്കും. നിങ്ങൾ വാക്ക് പാലിക്കുമെന്ന് ഞങ്ങളോ നോക്കട്ടെ ആദ്യം. ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും. വാടാ പോവാ. നടക്ക്. മോളെ മോളെ നിങ്ങൾ പ്രഖ്യാപിച്ച ഈ ധനസഹായം നാളെ തന്നെ എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഇല്ലെങ്കിൽ ഇനി ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇല്ല സർ, എല്ലാവർക്കുള്ള ധനസഹായം നാളെ തന്നെ കൈമാറും. സച്ചേട്ടാ, എത്രയും വേഗം തന്നെ ഇത് ചെയ്യണം. ഇപ്പൊ തന്നെ ഫിനാൻസ് മാനേജർ വിളിച്ച് ഞാൻ അതിനുവേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്യാം. എന്നാൽ പിന്നെ ഇനി പ്രശ്നങ്ങളില്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ അറിയാം സർ. സർ, വാ മോളെ, വാ. നടക്കും മോളെ. നിങ്ങളെ കാണാൻ മകളും വക്കീലും വന്നിട്ടുണ്ട്. ഇറങ്ങി വാ. വാ നടക്ക്.